നമസ്കാരം. എല്ലാവർക്കും ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫിന്റെ MCQ ഡിസ്കഷനിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഫസ്റ്റ് ഇയർ UG പ്രോഗ്രാമിന്റെ സെമസ്റ്റർ 1 നമുക്കറിയാം MCQ ക്വസ്റ്റ്യൻസ് ആണ് BCom സ്റ്റുഡൻസിന് ഉള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അത് പറയുന്ന ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്താണ്? നമ്മുടെ ഒരു അവകാശവാദവും അതിന്റെ റീസണുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ അവകാശവാദത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അസേർഷനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഇൻവെസ്റ്റിംഗ് ഇൻ എ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ക്യാൻ റെഡ്യൂസ് എ റിസ്ക്. നിങ്ങൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ അവകാശവാദം അല്ലെങ്കിൽ അസേർഷൻ പറയുന്നു. അങ്ങനെ പറയാനുള്ള റീസൺ ആയിട്ട് ഇവർ പറയുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻവോൾവ്സ് സ്പ്രെഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ഡിഫറെന്റ് അസറ്റ് ക്ലാസസ് ടു മിനിമൈസ് ദ പൊട്ടൻഷ്യൽ ലോസ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രെഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ഡിഫറെന്റ് അസറ്റ് ക്ലാസ്. നമ്മുടെ എമൗണ്ടിനെ അല്ലെ ഇൻവെസ്റ്റ്മെന്റിനെ പല അസറ്റ് ക്ലാസ്സുകളിൽ ഡിഫറെന്റ് അസറ്റ് ക്ലാസ്സുകളിൽ കൊണ്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ പൊട്ടൻഷ്യൽ ലോസ്, നമുക്ക് വരാൻ സാധ്യതയുള്ള നഷ്ടത്തിനെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് റീസൺ പറയുന്നത്. അതുകൊണ്ടാണ് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന അസേർഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അസേർഷനും കണ്ടു, റീസണും കണ്ടു. 4 ഓപ്ഷൻസ് ആണ് മുന്നിലുള്ളത്. എന്താ പറയുന്നത്? രണ്ടും പറഞ്ഞിരിക്കുന്നത് എയും ആറും ശരിയാണ്. 6 എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയുന്നു. അടുത്ത് പറയുന്നു രണ്ടും ശരിയാണ്, പക്ഷെ 6 എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ ശരിയല്ലെന്ന് പറയുന്നു. ഇനി എ ശരിയാണ്, 6 തെറ്റാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ എ തെറ്റാണ്, 6 ശരിയാണെന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? അപ്പൊ ആദ്യം ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകണം. അപ്പൊ എന്താണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ? ഈസ് ദ പ്രോസസ് ഓഫ് സ്പ്രെഡിംഗ് യുവർ ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ദ ഡിഫറെന്റ് അസറ്റ് ക്ലാസസ്, സെക്ടേഴ്സ്, റീജിയൻസ് ആൻഡ് ദ സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് യുവർ എക്സ്പോഷർ ടു എനി സിംഗിൾ റിസ്ക് ഫാക്ടർ. ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില റിസ്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ചിലപ്പോൾ ഹൈ റിസ്ക് ആയിരിക്കും, മോഡറേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ലോ റിസ്ക് ആയിരിക്കാം. ആ റിസ്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഡൈവേഴ്സിഫൈഡ് ചെയ്യുകയാണ്, ചാനലൈസ് ചെയ്യാൻ പോവാണ്. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് സ്പ്രെഡിംഗ് യുവർ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുവാണ് അക്രോസ് ദ ഡിഫറെന്റ് അസറ്റ് ക്ലാസസ്. പല അസറ്റുകളില് നമ്മൾ ചിലത് ഗോൾഡിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ എന്താണ് റിയൽ എസ്റ്റേറ്റിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ എന്താണ് മ്യൂച്വൽ ഫണ്ടിലായിരിക്കാം, SIP-യിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് LIC-യിലായിരിക്കാം. ഡിഫറെന്റ് അസറ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെ ഡിഫറെന്റ് സെക്ടേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ ഇൻഷുറൻസിലായിരിക്കാം, ചിലപ്പോൾ ബാങ്കിങ് സെക്ടറിലായിരിക്കാം, ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിലായിരിക്കാം, പല സെക്ടറുകൾ അല്ലെങ്കിൽ പല റീജിയണിലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഓരോന്നിനും ഓരോ സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ടു റെഡ്യൂസ് യുവർ എക്സ്പോഷർ ടു എനി സിംഗിൾ റിസ്ക് ഫാക്ടർ. ഒരു അസറ്റിൽ കൊണ്ടുപോയി നമ്മൾ എന്താണ് നമുക്കൊരു ഉള്ള 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ എന്താണ് വിലയിടിവ് ഉണ്ടായി കഴിഞ്ഞാൽ, നഷ്ടമുണ്ടായാൽ നമ്മുടെ പൈസ മുഴുവൻ നഷ്ടമാകുന്നതിന് പകരം ആ 25 ലക്ഷം രൂപയെ നമുക്ക് എന്താണ് വേണമെങ്കിൽ 5 ലക്ഷം രൂപയാക്കി 5 സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 10 ലക്ഷമോ 5 ലക്ഷമോ ആക്കി നമുക്ക് എന്താണ് 2-3 സ്ഥലങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനെയാണ് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എന്ന് നമ്മൾ വിളിച്ചത്. എന്താണ് അതിന്റെ പ്രൈമറി ഗോള്? ദ പ്രൈമറി ഗോൾ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഈസ് ടു achieve a balanced of risk and return based on the investor's objectives, risk tolerance and the time horizon. അപ്പൊ നമ്മുടെ എന്താണ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പലപ്പോഴും നമ്മുടെ റിസ്കിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ, റിസ്കിനെ റിട്ടേണെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സ്ഥലത്ത് നഷ്ടം ഉണ്ടായാലും ഒരു സ്ഥലത്ത് നമുക്ക് എന്താണ് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുവഴി എന്താണ് ഒരു ഇൻവെസ്റ്ററുടെ ഒബ്ജക്റ്റീവ് എന്താണോ അല്ലെങ്കിൽ അയാളുടെ ഗോൾ എന്താണോ അത് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നു. അയാളുടെ റിസ്കിനെ ടോളറൻസ് നടത്താനായിട്ട് സാധിക്കുന്നു, ടൈം ഹൊറിസോൺ അയാൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിരവധി ഗോളുകൾ അയാൾക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ? നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ക്വസ്റ്റിലോട്ട് വന്നാലോ? അസേർഷനിൽ പറയുന്നു ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ക്യാൻ റെഡ്യൂസ് റിസ്ക്. അല്ലെ, ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങളുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യുക. അതാണ് അവകാശവാദം എന്ന് പറയുന്നത്. റീസൺ എന്താണ്? ഡൈവേഴ്സിഫിക്കേഷൻ ഇൻവോൾവ്സ് സ്പ്രെഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ദി ഡിഫറെന്റ് അസറ്റ് ക്ലാസ് ടു മിനിമൈസ് പൊട്ടൻഷ്യൽ ലോസ്. അപ്പൊ നമ്മൾ എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ കണ്ടു. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ A. Both A and R are true. R is the correct explanation of A. എന്ന് പറയുന്ന അസേർഷൻ അല്ലെങ്കിൽ അവകാശവാദം ശരിയാണ്.
ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അതിന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ പറ്റുമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ പറയുന്നു, ഡൈവേഴ്സിഫിക്കേഷൻ ഇൻവോൾവ് സ്പ്രെഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ഡിഫറെന്റ് അസറ്റ് ക്ലാസസ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പല അസറ്റ് ക്ലാസ്സുകളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അല്ലെ പല സെക്ടറുകളിൽ പല റീജിയനിൽ കൊണ്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള നഷ്ടം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് വീണ്ടും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അസേർഷനിൽ പറയുന്നത്? ഇൻഫ്ലേഷൻ ഡിക്രീസസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി. ഇൻഫ്ലേഷൻ മീൻസ് പണപ്പെരുപ്പം അല്ലെ. പണപ്പെരുപ്പം നമ്മുടെ പർച്ചേസിംഗ് പവർ ഡിക്രീസ് ചെയ്യുന്നുള്ളതാണ് അവകാശവാദത്തിൽ പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ള റീസൺ പറയുന്നു, ഇൻഫ്ലേഷൻ കോസസ് ദ വാല്യൂ ഓഫ് മണി ടു ഇൻക്രീസ് ഓവർ എ ടൈം. ഇൻഫ്ലേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ പൈസയുടെ മൂല്യം, വാല്യൂ ഓഫ് മണി ഇൻക്രീസ് ചെയ്യും ഓവർ ടൈം. ഫ്യൂച്ചറിൽ നമ്മുടെ പൈസയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പർച്ചേസിംഗ് പവർ കുറയുമെന്ന് പറയുന്നതെന്നാണ് അസേർഷനും റീസണും നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് പറയുന്ന കാര്യം. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി. എയിൽ 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. എന്ന് പറയുന്ന എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയുന്നു. ബിയിൽ പറയുന്നു 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ എക്സ്പ്ലനേഷൻ തെറ്റാണെന്ന് പറയുന്നു. അടുത്തതിൽ എ ശരിയാണെന്നും അതുപോലെ 6 തെറ്റാണെന്നും പറയുന്നു. അടുത്തതിൽ എ തെറ്റാണെന്നും 6 ശരിയാണെന്നും പറയുന്നു. അപ്പം എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ നമുക്കറിയാം ജനറൽ റൈസ് ഇൻ പ്രൈസ് ആണ്. സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇൻഫ്ലേഷൻ ഇസ് എ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. കാലാകാലങ്ങളിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്. നമ്മൾ ഇന്നലെ 1 രൂപയ്ക്ക് മേടിച്ചിരുന്ന സാധനം ഇന്ന് നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ 1.25 രൂപയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ഇന്നലെ 1 രൂപ കൊടുത്തിടത്ത് ഇന്ന് 1.25 രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന പെട്രോള് 105 രൂപയ്ക്ക് 1 ലിറ്റർ മേടിക്കണമെന്ന് പറയുമ്പോൾ നേരത്തെ 100 രൂപയ്ക്ക് 1 ലിറ്റർ നമുക്ക് കിട്ടുമായിരുന്നു. ഇന്ന് 1 ലിറ്റർ കിട്ടണമെങ്കിൽ ഒരു 5 രൂപയുടെ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? പണപ്പെരുപ്പം എന്ന് വിളിച്ചത്. ഇൻഫ്ലേഷൻ ഇസ് എ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഇൻഫ്ലേഷൻ ഇസ് ടിപ്പിക്കലി എ ബോട്ട് മെഷർ സച്ച് ആസ് ഓവറോൾ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓർ ദ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ എ കൺട്രി. ഇങ്ങനെ എന്താണ് പൈസ പണപ്പെരുപ്പം ഉണ്ടായി കഴിഞ്ഞാൽ പണത്തിന്റെ മൂല്യം കുറയുന്നു. മൂല്യം കുറയുമ്പോൾ എന്താണ്? കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു രാജ്യത്ത് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നേരത്തെ നമുക്ക് 100 രൂപ കിട്ടിയാൽ 100 രൂപയ്ക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെ ഒത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു. ദെൻ പണപ്പെരുപ്പം ഉണ്ടായാൽ, ഇൻഫ്ലേഷൻ സംഭവിച്ചാൽ ആ 100 രൂപയുടെ സാധനം നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് പർച്ചേസ് ചെയ്യണമെങ്കിൽ 125 രൂപ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. സാധനങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമൊന്നുമില്ല. 100 രൂപയ്ക്ക് ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന അതേ സാധനം 1 മാസം കഴിഞ്ഞ് മേടിക്കാൻ ചെന്നപ്പോൾ 125 രൂപയായെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. നമ്മുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞിരിക്കുന്നു, പൈസയുടെ മൂല്യം കുറഞ്ഞു എന്ന് പറയാം. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആർ ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. നമ്മുടെ മാർക്കറ്റിൽ 2 ഇൻഡെക്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ടും ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും. അപ്പൊ എന്തായിരിക്കും ആൻസർ എന്ന് നമുക്ക് നോക്കാം. ദെൻ നമ്മുടെ അസേഷൻ പറഞ്ഞു ഇൻഫ്ലേഷൻ ഡിക്രീസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി. ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇൻഫ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പർച്ചേസിംഗ് പവർ കുറയുന്നു, പൈസയുടെ മൂല്യം കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കുക. റീസൺ പറയുന്നു ഇൻഫ്ലേഷൻ കോസസ് ദ വാല്യൂ ഓഫ് മണി ടു ഇൻക്രീസ് ഓവർ എ ടൈം. ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ പണത്തിന്റെ മൂല്യം ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഓവർ എ ടൈം എന്നാണ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. 4 ഓപ്ഷനിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ എന്താ പറഞ്ഞേ? എ ഈസ് ട്രൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന അസേർഷൻ അല്ലെങ്കിൽ അവകാശവാദം ശരിയാണ്. ഇൻഫ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ പണത്തിന്റെ പർച്ചേസിംഗ് പവർ ഡിക്രീസ് ചെയ്തു പോകും. ശരിയാണ്. ഇനി അതിന്റെ റീസൺ പറഞ്ഞതോ? ബട്ട് ആർ ഈസ് ഫോൾസ്. നമ്മുടെ ആൻസർ അനുസരിച്ച് റീസൺ തെറ്റാണ്. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് പണത്തിന്റെ മൂല്യം കൂടുമെന്ന് പറയുന്നത് തെറ്റാണ്. പണത്തിന്റെ വാല്യൂ കുറയുവാണ് ചെയ്യുന്നത്. അതാണ് റൈറ്റ് ആൻസർ. അപ്പം ഓപ്ഷൻ സി, എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അസേർഷൻ ആൻഡ് റീസൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്റെ അസേർഷനിൽ പറയുന്നു ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് ഇൻ ദ ബോറോവർ മോർ ദാൻ ഇൻ ദ ലെൻഡർ.
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ആർക്കാണ്? ബോറോവർക്കാണ് മോർ ദാൻ ലെൻഡർ. പൈസ കൊടുക്കുന്ന ആളേക്കാൾ കൂടുതൽ പൈസ മേടിക്കുന്ന ആൾക്കാണ്, അല്ലെങ്കിൽ ബോറോ ചെയ്യുന്ന ആൾക്കാണ് ബെനിഫിറ്റ് എന്നാണ് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ്, ബോറോവർ ലെൻഡർ റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രണ്ട് കേസുകളിൽ സംഭവിക്കാം. ഒന്ന്, നമ്മൾ പൈസ ലോണ് കടമെടുക്കുന്ന സമയത്ത് സംഭവിക്കാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സംഭവിക്കാറുണ്ട്. SIP പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിലൊക്കെ കോമ്പൗണ്ടിങ് പവർ ആണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ലാഭം ഉണ്ടാക്കിക്കുന്നത്. അവിടെ എന്താണ് ഈ പറഞ്ഞ കോമ്പൗണ്ടിങ് പവർ സംഭവിക്കാം. പക്ഷെ അവിടെ ഒരിക്കലും ബോറോവർ ലെൻഡർ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല സംഭവിക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ബോറോവർ ലെൻഡർ റിലേഷൻഷിപ്പ് ആണെന്ന് വളരെ വ്യക്തമാണ്. ലോൺ എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ലോൺ എടുക്കുമ്പം ലെൻഡറിനേക്കാൾ കൂടുതൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബെനിഫിഷ്യൽ ആകുന്നത് ബോറോവർക്കാണ്, ലോൺ എടുക്കുന്ന ആൾക്കാണെന്ന് പറയുന്നു. അതിന്റെ റീസൺ പറയുന്നതാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മീൻസ് ദാറ്റ് ദ ഇൻട്രസ്റ്റ് ഈസ് ഏൺഡ് ഓൺ ബോത്ത് ദ ഇനിഷ്യൽ പ്രിൻസിപ്പിൾ ആൻഡ് ദ ഇൻട്രസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ ആഡഡ് ടു ഇറ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്? ദ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നത് ബോത്ത് ദ ഇനിഷ്യൽ പ്രിൻസിപ്പിൾ, നമ്മൾ എത്ര രൂപയുടെ ലോണാണ് എടുത്തിരിക്കുന്നത് അതിന്റെ ഇനിഷ്യൽ പ്രിൻസിപ്പിൾ, ആൻഡ് ദ ഇൻട്രസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ ആഡഡ് ടു ഇറ്റ്. ഓരോ പ്രാവശ്യവും അതിനോടൊപ്പം ആഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിന്മേലാണ് വീണ്ടും അടുത്ത മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അടുത്ത മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന് മുമ്പുള്ള ഇൻട്രസ്റ്റിനോട് കൂടെ ചേർത്താണ്. പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് അതേ ഇൻറ്റു റേറ്റ് ആണ് വരുന്നത്. ഓരോ പ്രാവശ്യവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് ബെനിഫിഷ്യൽ ബോറോവർക്കാണോ ലെൻഡർക്കാണോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. ഇനി ആറെന്ന് പറയുന്ന റീസൺ എന്ന് പറയുന്ന ആ റീസൺ ശരിയാണോ എന്നുള്ളതിനെ കുറിച്ചും ആലോചിക്കുക. വീണ്ടും 4 ഓപ്ഷൻസ് തന്നെയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പൊ എന്താണ്, 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അതോ 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണോ? ഇനി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വീതം ശരിയാണോ? ഇനി ശരിയാണെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ റീസൺ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണോ അല്ലയോ? ഏതായിരിക്കും ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻ ഏതാണെന്നുള്ള മനസ്സിൽ വെച്ചേക്കുക. ആൻസർ എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. അതിന്റെ അസേർഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് ദ ബോറോവർ മോർ ദാൻ ലെൻഡർ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താന്ന് പറഞ്ഞു? അതിന്റെ ബേസിക് പ്രിൻസിപ്പിളിനോടൊപ്പം ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു, അതിന്മേൽ എന്താണ് വീണ്ടും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിന്മേൽ വീണ്ടും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. എന്ന് വെച്ചാൽ കൂട്ടുപലിശ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ കൂട്ടുപലിശ കൂടും തോറും നമുക്ക് എന്താണ്, ഒരു ബോറോവറിനെ സംബന്ധിച്ചിടത്തോളം അധികം പലിശ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ലെൻഡറിനെ സംബന്ധിച്ചിടത്തോളം അത് ബെനിഫിഷ്യൽ ആണ്. പക്ഷെ നമ്മുടെ അസേഷൻ പറഞ്ഞിരിക്കുന്ന നേരെ തിരിച്ചാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ബോറോവർക്ക്, പൈസ എടുക്കുന്ന ആൾക്ക് ബെനിഫിഷ്യലും കൊടുക്കുന്ന ആൾക്ക് നഷ്ടമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എ ഈസ് ഫോൾസ്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആണ്. ആർ ഈസ് ട്രൂ എന്നാണ് നമ്മുടെ ആൻസർ. കാരണം എന്താ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മീൻസ് ദാറ്റ് ദ ഇൻട്രസ്റ്റ് ഈസ് ഏൺഡ് ഓൺ ദ ബോത്ത് ഇനിഷ്യൽ പ്രിൻസിപ്പിൾ ആൻഡ് ദ ഇൻട്രസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ ആഡഡ് ടു ഇറ്റ്. ഇനിഷ്യൽ പ്രിൻസിപ്പിളും അതിനോടൊപ്പം ആഡ് ചെയ്ത് വരുന്ന ഇൻട്രസ്റ്റും അതിന്മേലും ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സ്ട്രാറ്റജി കൂട്ടുപലിശയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എല്ലാ കുട്ടികൾക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി.